മകളുടെ യൂണിവേഴ്സിറ്റി പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ശ്രീനഗറിൽ എത്തിയത്. ഞാൻ കുടുംബസമേതം ശ്രീനഗറിലെത്തിയെന്നറിഞ്ഞ എൻ്റെ പഴയകാല സുഹൃത്ത് മുഹമ്മദ് അമീൻ സാഹിബിന് ഒരേ ഒരു നിർബന്ധം, അദ്ദേഹത്തിൻ്റെ കുപ്വാരയിലെ വീട്ടിലേക്ക് വരണം. ശ്രീനഗറിൽ നിന്ന് 3.5 മണിക്കൂർ യാത്രയോർത്ത് മടിച്ചു നിന്ന എന്നെ നിർബന്ധിക്കാനായി അദ്ദേഹം എൻ്റെ പഴയകാല മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയും അദ്ദേഹത്തിൻ്റെ മകനുമായ മുബഷിർ അമീൻ പരേയെ ശ്രീനഗറിലേക്ക് അയച്ചു. അങ്ങനെ മുബഷിറിനൊപ്പം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കുർഹാമ ഗ്രാമത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. കുപ്വാര പട്ടണവും മുഹമ്മദ് അല്ലാമ ഇക്ബാൽ കവിതകൾ എഴുതി പ്രസിദ്ധമായ ലോലാബ് വനങ്ങളും പിന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മനോഹരമായ കുർഹാമ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. വീട്ടിന് മുറ്റത്ത് വളർത്തുന്ന മനോഹരമായ മുന്തിരിത്തോട്ടം എന്നെ വല്ലാതെ ആകർഷിച്ചു. കാശ്മീരികളുടെ അതിഥി സൽക്കാരം ഒന്ന് വേറെ തന്നെയാണ്. അവർ वेजिटेबल सब्जी इधर आप सब कुछ सब्जी कौन इधर काम करते बेबी करता है കാർഷിക ഉൽപ്പന്നങ്ങളും സ്വയം വളർത്തിയാണ് ജീവിക്കുന്നത്. സർക്കാർ ജീവനക്കാരനായിരുന്ന അമീൻ സാഹിബിന്റെ ഭാര്യയാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. एक साल का 2-1.5 साल का बराबर निकलता है. ओ अच्छा 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 1.5 साल. और विंटर वार्फ सीजन में क्या करता है ये विंटर? देखो ये है, ये दाल है. दाल है. इस साल में नहीं लगता है दाल. इस साल थोड़ा कम हो गया. ओ मौसम का खुश रह गया. इस साल में नहीं निकलता है. समझ कुकुम्बर या एप्पल अभी तैयार नहीं है. नेक्स्ट ईयर. हाँ. ओ टोमेटो ये टोमेटो उधर टोमेटो वहीं दे वहाँ करेंगे. പാകിസ്ഥാനുമായി പല ഭാഗത്തും അതിർത്തി പങ്കിടുന്ന കാശ്മീരിന്റെ വടക്കേ അറ്റത്തെ ജില്ലയാണ് കുപ്വാര. 135 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന കാശ്മീർ താഴ്വരയുടെ വടക്കേ അറ്റത്താണ് ഈ താഴ്വാരം സ്ഥിതി ചെയ്യുന്നത്. For salad. Salad. For salad. Red. Cabbage. Cabbage. ये red cabbage. For salad only. वही चिल्ली तैयार. चिल्ली. ओह बेटा आराम से. देखो कैबेज कितना है. ओ टमाटो ये. टमाटर. खुद कमाता है ये खुद करता है. या कॉलीफ्लावर या. Yeah. Without chemical. Yeah, my make. ले लूँगा. Okay, thank you. Yeah. This one you will get from market. Market. This one you will not get from market. That one. First one, yeah. Specially built in your farm. मुझे लेट होगा. ले लेंगे श्रीनगर. नहीं. हाँ हाँ नहीं. മലയാളികളായ ഞങ്ങളെ ഗ്രാമീണർ കൗതുകത്തോടെ നോക്കുന്നു. श्रीनगर लाता है हमारा वो एक किचन है, उधर से करी बनने के लिए और सब्जी के लिए. We'll go that way. ये कम है और There is a little apple is there. Okay. Yeah, small apple. Nico, come you take apple from here. Oh, only one apple.
No, it will be there. We already took it. Oh. Next year it will be proper. Okay. And apple pakado. Go. അതാ അവിടെ മറിക്കാൻ പറ്റുമോ മോളത്തേട് मगर ये ले सकते हाँ और एक ले लो. और एक ले लो Woody also. ओ लो लो बस 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 Ja. это shit ugly stuff. ये बढ़ने का लेगा हाँ Very tasty. I haven't eaten such a tasty apple हाँ before. tasty है. Juicy and tasty. तो यार Take it. Pluck. चावल This is the rice. Yeah, rice. नाम क्या है चावल का Rice. सीड चीनी Chinese सीड उसको चना बोलते हैं चना. കാശ്മീരികൾ വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്നു. അത് വീട്ടിൽ സൂക്ഷിച്ച് തണുപ്പ് കാലത്ത് വിൻ്റർ സീസണിൽ കഠിന ജോലി ചെയ്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണം സ്വയം പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരാണ്. വലിയ ആതിഥ്യ മര്യാദ ഹോസ്പിറ്റാലിറ്റി അതാണ് കാശ്മീരിയത്ത്. ആ കാശ്മീരിയത്താണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. നമ്മെ കൈ കഴുകിപ്പിച്ച് നമുക്ക് സൽക്കാരം നടത്തിക്കൊണ്ട് ഭക്ഷണം തരാൻ വലിയ താല്പര്യം വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു ജനവിഭാഗമാണ്. ഇവിടെ തന്നെ ഈ ഫാമിലി ഒരു എല്ലാം നെല്ല് തൊട്ട് പച്ചക്കറി തൊട്ടെല്ലാം കൃഷി ചെയ്ത് അത് വീട്ടിൽ സംഭരിച്ച് പുറത്തുനിന്ന് കഴിയുന്നതും ഒന്നും വാങ്ങാതെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് അമീൻ സാഹിബിൻ്റെത്. അദ്ദേഹം ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ കൃഷിയൊക്കെ നോക്കി നടത്തുന്നത് വളരെ ആക്റ്റീവായിട്ട്. यही एप्पल मेडिसिनल है. यही एप्पल मेडिसिनल है. हाँ ये महाराजी है इसको कहते हैं कश्मीरी में. महाराजी सेब है ये शुगर के लिए बहुत मुफीद है. हाँ ये पूरे साल रहता है खराब नहीं होता है. और विंटर सीजन में भी विंटर सीजन में भी हर साल मिलता है. हाँ नहीं यहाँ घर में इसमें नहीं घर में हर सीजन में रखते हैं. हाँ हर सीजन में बहुत लगता है. अभी ये स्टार्ट है ना जब ये हो जाएगा अगले साल से बहुत हो जाएगा. अच्छा अच्छा കാശ്മീരികളുടെ പ്രസിദ്ധമായ അതിഥി സൽക്കാരം ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു. 18 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത ഓർമ്മകൾ ഞങ്ങൾ പരസ്പരം അയവിറക്കി. സൽക്കാരത്തിനും തോട്ടം സന്ദർശനത്തിനും ശേഷം ഞങ്ങൾ പതുക്കെ കേരൻ സന്ദർശനത്തിനായി പുറപ്പെട്ടു. കാശ്മീരിൻ്റെ മനോഹരമായ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര എന്നും മറക്കാനാവാത്തതാണ്. ഒരിക്കൽ സഞ്ചരിച്ചാൽ വീണ്ടും വീണ്ടും സഞ്ചരിക്കാൻ തോന്നുന്ന വശ്യ മനോഹരിതയാണ് കാശ്മീരിൻ്റെ പ്രത്യേകത. ഒരിക്കൽ സഞ്ചരിച്ചവർക്ക് വീണ്ടും വീണ്ടും സഞ്ചരിക്കാൻ തോന്നുന്ന ആകർഷണീയത. വീണ്ടും വരുമെന്ന ഉറപ്പോടുകൂടി ഞങ്ങൾ കുർഹാമ ഗ്രാമം പിന്നിട്ട് അടുത്ത കേന്ദ്രത്തിലേക്ക് സഞ്ചാരം തുടങ്ങി. നന്ദി, നമസ്കാരം.